വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ വെച്ച് ഇപ്പൊ ചുട്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്കാണ്. ഒരു ഇലക്ഷൻ ഗിമ്മിക്കിന് BJP തുടക്കമിടുന്നു എന്ന് വേണം ഇതിനെക്കുറിച്ച് കരുതാൻ. നമ്മുടെ രാജ്യത്തിന്റെ ഈ വൈജാത്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ രാജ്യത്ത് ഇത്തരം ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയുള്ള ഒരു ആലോചന ഇതിൽ ഉണ്ടായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ടൊരു വിഷയം മാത്രമല്ല. ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കും ഇത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അപ്ലിക്കബിൾ ആകുന്നില്ല. എല്ലാവർക്കും അപ്ലിക്കബിൾ ആകണമെങ്കിൽ ഒരു നിയമത്തിൽ ഇപ്പോൾ അവിടെ തന്നെ ചില ഗോത്രങ്ങളെ നിർത്തിക്കോ എന്ന് പറഞ്ഞു, ചില ഗോത്രങ്ങൾ മാറ്റി നിർത്തേണ്ടി വന്നു. അങ്ങനെ ഓരോരുത്തരെയും ഓരോ പ്രദേശത്തും മാറ്റി നിർത്തിയാൽ പിന്നെ എങ്ങനെയാണ് ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് മാറ്റാൻ കഴിയുക? അങ്ങനെയൊന്നും അസാധ്യമാണെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. എല്ലാവർക്കും അപ്ലിക്കബിൾ ആകാത്തൊരു നിയമം എങ്ങനെയാണ് ഒരു രാജ്യത്ത് നടപ്പാക്കാൻ സാധിക്കുക? അത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാപരമായി മൗലികാവകാശങ്ങൾ പോലും ഹനിക്കുന്ന വിധമാണിത്. പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ നേരം കിടന്നുറങ്ങുന്നതോ അതിന് മണിക്കൂർ നിശ്ചയിക്കുന്നതേ അല്ല. ഇതേ ഇന്ത്യയുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങളുണ്ട്. എന്തേ രാജ്യം അത് ചർച്ച ചെയ്യപ്പെടാത്തത്? ഒരിക്കലും നമുക്ക് ഔഷധം എന്ന രീതിയിലല്ലാതെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അത് നിർത്തണമെന്ന് പറയുന്നു. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ആശയം പറയുന്നു. ഇന്ത്യ രാജ്യത്ത് ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് ഔഷധമെന്ന നിലയിൽ മാത്രമേ ലഹരി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അതാണോ നടക്കുന്നത്? ഏതെങ്കിലും രാജ്യത്ത് മൊത്തം ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾ ചിന്തിച്ചോ? അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് പറയുന്ന മാർഗദർശക തത്വങ്ങളിൽ വളരെ പ്രധാന ഒന്നല്ലേ എല്ലാവർക്കും ജീവനോപാധി എന്നത്? അങ്ങനെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ജീവനോപാധി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ?